ഒരു ഹോട്ടലിന്റെ ഒന്ന് അടുക്കളയില് അങ്ങോട്ട് ഒന്ന് കയറി നോക്കിയാൽ അതിന്റെ വൃത്തിയും മിക്ക ഹോട്ടലിലും അങ്ങനെ തന്നെ. പിന്നെ പുറത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും കഴിക്കില്ല. അടുക്കളയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ആരും വേണമെങ്കിൽ പോരെ. ആധുനിക സംവിധാനങ്ങളോട് പാചകം ചെയ്യാൻ മത്സരിക്കുന്ന ഒരു സമയമാണിപ്പോ. അതെ, ഹോട്ടലുകൾ പരസ്പരം മത്സരിക്കുകയാണ് ആധുനിക സംവിധാനത്തോടുകൂടി. തീർച്ചയായും ആധുനിക സംവിധാനത്തോടുകൂടി ഭക്ഷണം പാചകം ചെയ്ത് ഓപ്പൺ കിച്ചൺ രീതിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. അങ്ങനെ മത്സരമുണ്ടോ? തീർച്ചയായിട്ടും ആധുനിക രീതിയിൽ നിങ്ങളുടെ കിച്ചൺ ലൈവായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പുറത്ത് കാണിക്കുന്നുണ്ട്. ആളുകൾക്ക് സ്വാഗതം വെച്ച് കാണിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഹോട്ടലുകാരെല്ലാം അങ്ങനെ തീരുമാനിച്ചാലോ? ഓപ്പൺ കിച്ചൺ ഇപ്പൊ മിക്ക ഹോട്ടലിലും വന്നിട്ടുണ്ട്. അത് ഈ പരാതികൾ വന്നത് പരാതി പ്രളയമായി പറയുന്നെങ്കിലും പരാതികളുണ്ട്. അപ്പൊ ഓപ്പൺ കിച്ചൺ വന്നതോടുകൂടി കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് നേരിട്ട് കാണാം. അല്ല, ഈ വലിയ ഓപ്പൺ കിച്ചൺ നടത്തുന്ന ഒരാളാണ്. ഏത് ഫീൽഡിലെ പരാതി ഇല്ലാത്ത 1 കോടിയിൽ പരം ആളുകൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന വലിയൊരു മേഖലയാണ് റെസ്റ്റോറന്റ് മേഖല. അവിടെ 1 കോടി ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ എത്ര പേരുണ്ട്? ഒരു കണക്കനുസരിച്ച് 1 കോടി ആൾക്കാർ വീട്ടിൽ കഴിക്കുന്നുണ്ടോ ഭക്ഷണം? ഇല്ല. അപ്പൊ അത്രയും പേര് ഭക്ഷണം കഴിക്കുന്ന ഒരു മേഖലയില് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും. മെഡിക്കൽ മേഖലയിൽ ഏത് മേഖലയിലും ഇല്ലാത്ത കേരളത്തിലെ ഏത് മേഖല എടുത്തു നോക്കിയാൽ എല്ലാ മേഖലയിലും ഉണ്ടാവും. താരതമ്യേന കുറവാണ് ഭക്ഷണ വിതരണ മേഖലയില്. എനിക്ക് വീട്ടമ്മമാരുടെ നിർദ്ദേശമുള്ളത്, നിങ്ങൾ അടുക്കളയ്ക്ക് ഒരു ടൈം ടേബിൾ വയ്ക്കുക. വീട്ടമ്മമാരോടാണോ? വീട്ടമ്മമാരോട്. അച്ഛന്മാരോ? അല്ല, ഇറച്ചിയായാലും മീനായാലും മുട്ടയായാലും വീക്കിലി വൺസ് ആക്കുക. എല്ലാ ദിവസവും വീട്ടിൽ അച്ഛനും അമ്മയും മക്കളായിട്ട് തീരുമാനിച്ചിട്ട് തിങ്കളാഴ്ച എന്ത് വേണം, രാവിലെ എന്ത് വേണം, ഉച്ചയ്ക്ക് എന്ത് വേണം, വൈകുന്നേരം എന്ത് വേണം, രാത്രി എന്ത് വേണം. അല്ല, അപ്പൊ സാറ് പറയണത് ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചിയാണോ മീനാണോ? എന്നോട് ഡോക്ടർ പറഞ്ഞത്. അല്ല, രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ പറയണത്. രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ മുട്ട കഴിക്കാൻ പറയണത് ഡോക്ടർമാര്. എന്താ കാര്യം? സാറ് പറഞ്ഞു വീട്ടമ്മമാർക്ക് ഒരു നിർദ്ദേശം എന്ന് പറയാം. ഈ വീട്ടമ്മമാരുടെ ഉത്തരവാദിത്വമാണ് ഈ അടുക്കള. അടുക്കള ആണുങ്ങൾ തിരിച്ചു. അടുക്കള ആണുങ്ങൾ തിരിച്ചു. ഒരു ചെറിയ ഭേദഗതി. ഗംഗാര സാറ് മാത്രം ഉത്തരവാദിത്വം അല്ല, അത് അവർക്ക് നമ്മുടെ ഒരു വ്യവസ്ഥാപിത സങ്കല്പത്തില് സ്ത്രീകൾ മാത്രം അടുക്കളയ്ക്കരുത്. അതൊക്കെ പോയി. അടുക്കള ആണുങ്ങൾ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അടുക്കള തിരിച്ചു പിടിക്കുക. ആണുങ്ങൾ പിടിക്കണം. അവരെ പുറത്താക്കണം. മാത്രമല്ല ഈ അതല്ല ഒരുപാട് ആളുകൾ ആണും പെണ്ണുങ്ങളെ അടുക്കള കയറണമെന്ന് പറയാം സാറേ. പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊന്നും തമ്മിൽ ഇതിൽ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. എനിക്ക് 3 പിള്ളേരുണ്ട്, എല്ലാവരും 20 വയസ്സിന് മുകളിലുള്ളവരാ. എനിക്ക് അടുത്ത തലമുറയിലാകുമ്പോഴത്തേനും എന്തായാലും ഭാര്യയും ഭർത്താവും ഒന്നെങ്കിൽ ഒരുമിച്ച് അടുക്കളയിൽ കയറും, അല്ലെങ്കിൽ ദിവസവും ഉറപ്പായിട്ടും സംശയം. കുറെ ഇനിയിപ്പോ ഒരു 10-20 വർഷം കഴിയുമ്പോഴേ വീട് കെട്ടുമ്പോ അടുക്കളയുടെ ആവശ്യം തന്നെ ഇല്ല. അതിനകത്താരെങ്കിലും കയറുന്നെങ്കിൽ മതിയല്ലോ. പറഞ്ഞില്ലേ, ജപ്പാനിലൊന്നും ഒരു കുക്കിംഗേ ഇല്ല. ജപ്പാനിലെ സിറ്റീസിൽ ഇപ്പൊ നോ കുക്കിംഗ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങൾ കൂടി വരുന്ന ഒരു കാലത്ത് പല ഡോക്ടേഴ്സും പറയുന്നു ജീവിതശൈലി രോഗങ്ങൾ പെരുകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.